നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തോപ്പുംപടി സെയിന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചതിന് പുറത്താക്കിയത് ഗുരുതര കൃത്യവിലോപമെന്നും ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ വിദ്യാർത്ഥിനിക്ക് അനുമതി നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിച്ചതിന് ശേഷമുള്ള മന്ത്രിയുടെ നിലപാട് ശരിയായില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചു. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ ഹിജാബ് വിവാദത്തിൽ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മുൻപോട്ട് പോകാമെന്ന് കുട്ടിയുടെ പിതാവ് മാനേജ്മെന്റിനെ അറിയിച്ചതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിഷയത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നും വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചതിന് പുറത്താക്കിയത് ഗുരുതര കൃത്യവിലോപമെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 15-ന് രാവിലെ 11 മണിക്ക് മുൻപ് നൽകണമെന്നുമായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി. സ്കൂളിന് ഓർഡർ ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ നിയമാവലി അനുസരിക്കുമെന്ന് കുട്ടി അറിയിച്ചിട്ടും മന്ത്രിയുടെ നിലപാട് ആശങ്ക ഉണ്ടാക്കുന്നതെന്നും സ്കൂളിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ഹൈബിയുടെ എംപിയുടെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും മധ്യസ്ഥതയിൽ രക്ഷിതാവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. വർഗീയവാദികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കില്ലെന്നും മകൾ നാളെ സ്കൂളിലെത്തുമെന്നുമായിരുന്നു പിതാവിന്റെ പ്രതികരണം. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അടുത്ത ദിവസം സ്കൂളിലോട്ട് പോകും. വരും. നാളെ രാവിലെ 8:45 വിഷയവുമായി ബന്ധപ്പെട്ട യോഗം നടക്കും. യോഗത്തിനു ശേഷം നിലപാട് അറിയിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു. 24 കൊച്ചി. എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സീറോ മലബാർ സഭ രംഗത്ത്. സ്കൂളിലെ വിഷയത്തിൽ കോടതി തീരുമാനം നൽകിയതാണ്. വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായതിനു ശേഷമുള്ള മന്ത്രിയുടെ ഈ നിലപാട് ആശങ്കാജനകമെന്നും സീറോ മലബാർ സഭ കുറ്റപ്പെടുത്തി. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആൻമരിയ, ആദ്യം സ്കൂൾ അധികൃതർ, പിന്നീട് ഇപ്പോൾ സീറോ മലബാർ സഭയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് സീറോ മലബാർ സഭ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ മന്ത്രിക്കെതിരെ ആദ്യം സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി. ഇപ്പോൾ സീറോ മലബാർ സഭയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിനകത്ത് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സീറോ മലബാർ സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടൊരു പരിഹാരം ഉണ്ടായതിനു ശേഷവും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാട്, അതിൽ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്താം എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ പിതാവ് വ്യക്തമാക്കിയതിനു ശേഷവും ഈ രീതിയിലുള്ള ഒരു നിലപാട് മന്ത്രി അറിയിച്ചത് അത് തീർത്തും ആശങ്കാജനകമാണ്. മന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അത് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അവർ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്: ഇരു കൂട്ടരും രമ്യമായി പരിഹരിച്ച വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ പാകത്തിന് ഇട്ടുകൊടുത്ത വിവേകശൂന്യത അത് മന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായതിനു ശേഷമുള്ള മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ സഭയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയുമാണ്. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ നിടിയങ്ങ കാക്കണ്ണൻപാറയിൽ ഇടിമിന്നലേറ്റ് 2 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ചെങ്കൽ തൊഴിലാളികളാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂരിൽ അസം സ്വദേശി ജോസ് നസ്രി, ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മിന്നലേറ്റ് മരിച്ചത്. ചെങ്കൽക്വാറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇവർക്ക് മിന്നലേറ്റത്. പരുക്കേറ്റ ഒഡീഷ സ്വദേശി ഗൗതം ചികിത്സയിലാണ്. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ സിറാജുദ്ദീൻ, അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് മിന്നലേറ്റത്. സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 17 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് 24.
മറ്റൊരു വാർത്തയിലേക്ക്. രാജസ്ഥാനിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ജോധ്പൂർ ഹൈവേയിലെ തായാത്ത് പ്രദേശത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ രീതിയിൽ ഒരു അപകടം അവിടെ ഉണ്ടായി എന്നുള്ളത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? പ്രജിൻ, ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു ഈ ഒരു നാടിനെ തന്നെ ഞെട്ടിച്ച ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വകാര്യ ബസ്സിന് തീ പിടിക്കുകയായിരുന്നു. പിൻവശത്ത് നിന്ന് പുക ഉയർന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ബസ് നിർത്തി ഈ ആളുകളെ ബസ്സിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടയിൽ തന്നെ തീ വ്യാപകമായി ബസ്സിലാകെ പടരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിൽ 20 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 16-ലധികം പേർക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. മാത്രമല്ല, ജോധ്പൂർ ഹൈവേയിലെ തായാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു ഈ അപകടം. തൊട്ടു പിന്നാലെ തന്നെ ഈ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് പിന്നിലെ കാരണം എന്ന സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല. ബസ് പൂർണ്ണമായി കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇതിലിപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജി, ശരി. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പ്രതിപട്ടികയിൽപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി കോടതി ഉത്തരവനുസരിച്ച് ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടുതൽ പേർക്കെതിരെ നടപടി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ എന്നറിഞ്ഞിട്ടും ചെമ്പ് തകിടുകൾ എന്നെഴുതിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് സുനിൽകുമാറാണ്. ദേവസ്വം ഇന്റലിജൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സമാനമായ നടപടി തന്നെ സുനിൽകുമാറിനെതിരെയും സ്വീകരിക്കുകയായിരുന്നു. അതേസമയം പ്രതിപട്ടികയിലുള്ള വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷമേ ഉണ്ടാവൂ. ഇക്കാര്യത്തിൽ ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ഔദ്യോഗികമായി അന്വേഷണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ദേവസ്വം ബോർഡ് നിർണായക യോഗം ചേർന്ന ദിവസം തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. സ്വർണ്ണപ്പാളിയിലെ രേഖകളിലാണ് പരിശോധന. ദേവസ്വം വിജിലൻസ് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘം കണ്ട് വിവരങ്ങൾ തേടി. ഫയലുകൾ പരിശോധിച്ചു. എന്നാൽ ബോർഡ് അംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടില്ല. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് ആവർത്തിക്കുകയാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉറപ്പായും ഈ അന്വേഷണ ഏജൻസി ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലായാലും കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിലായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്ന കാര്യത്തിലായാലും അത് നടന്നിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് പരാമർശിക്കപ്പെട്ട വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. നിർണായകമായ ചില രേഖകൾ സ്ഥാപനത്തിലില്ലാത്തതാണ് സംശയത്തിന് കാരണം. CEO പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടത്തും. 24 തിരുവനന്തപുരം. ശബരിമല വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും കടന്നാക്രമിച്ചു. 4 മേഖലകളിൽ നിന്നാണ് കോൺഗ്രസ് ജാഥ സംഘടിപ്പിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ നടന്നത് സ്വർണ്ണക്കവർച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കച്ചവടമാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോട്ട് പറഞ്ഞു. ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയിലൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. 22-ൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല?
ശബരിമലയിൽ മോഷണം നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് മോഷ്ടിച്ചതെന്നും സണ്ണി ജോസഫ് പാലക്കാട് തൃത്താലയിൽ പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളുമെന്ന് K. മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ ഒരവസരം കൂടി നൽകിയാൽ അയ്യപ്പനെ വിഴുങ്ങുമെന്നും K. മുരളീധരൻ കൂട്ടിച്ചേർത്തു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളും. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാശെടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, കൈക്കോ കാലിനോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അല്പം ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ട്. അത് ഇതിന് ഒരു കാരണം കൊണ്ടാണ്. അധികം കട്ടുമെന്ന് പറയുന്നില്ല, കട്ടയിന് കൂട്ടുന്നു. തിരുവനന്തപുരത്തെ വിശ്വാസ സംരക്ഷണ യാത്ര UDF കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് 24. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനമെന്ന് ക്ഷേത്രം തന്ത്രി. ദേവന് നിധിക്കുന്നതിന് മുൻപ് വള്ളസദ്യ മന്ത്രിക്ക് നൽകിയത് ആചാരലംഘനമെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകി. പരിഹാരക്രിയ ചെയ്യണമെന്നും കത്തിൽ തന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിമാരായ VN വാസവൻ, P. പ്രസാദ് എന്നിവർക്കാണ് ദേവന് നേദിക്കുന്നതിന് മുമ്പ് വള്ളസദ്യ വിളമ്പിയത്. സംഭവത്തിൽ പ്രാദേശിക തലത്തിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു. പിന്നാലെയാണ് ആചാരലംഘനം ചൂണ്ടിക്കാട്ടി തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. ആചാരലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത്. ആ കത്ത് ഞാൻ AC-ക്കാണ് കൊടുത്തത്. കോപ്പി 2-3 മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർക്കേ കൊടുത്തിട്ടുള്ളൂ. ആചാരലംഘനത്തിൽ പരിഹാരക്രിയ ചെയ്യണമെന്ന് തന്ത്രിയുടെ കത്തിൽ പറയുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണ ചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുന്നിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണം. ഇത് പരസ്യമായി ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ 11 പറ അരിയുടെ സദ്യ വയ്ക്കണമെന്നും തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നേദ്യവും 4 കറിയും ഉണ്ടാക്കണം. സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം. ഇനി ഇത്തരം ഒരു അബദ്ധം ഉണ്ടാവില്ലെന്നും വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും തന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. 24 പത്തനംതിട്ട. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘന വിവാദത്തിൽ വിശദീകരണവുമായി CPIM. ഭഗവാനെ നേദിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നത് തെറ്റായ പ്രചാരണം. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് വിശദീകരണ കുറിപ്പ് ഇറക്കിയത്. വള്ളസദ്യയിൽ ആചാരലംഘനം ഉണ്ടായിട്ടില്ലെന്ന് പള്ളിയോട സേവാ സംഘവും അറിയിച്ചു. മന്ത്രിക്ക് നൽകിയത് വള്ളസദ്യയല്ല. വ്യക്തതയ്ക്ക് തന്ത്രിയെ സമീപിക്കുമെന്നും പള്ളിയോട സംഘം അറിയിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം ആക്കുളം പാലത്തിൽ നിന്ന് പെൺകുട്ടി പുഴയിലേക്ക് ചാടി. പിന്നാലെ ചാടിയ ഓട്ടോ ഡ്രൈവറും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം? രജനി, ഇന്ന് രാത്രി 10 മണിക്കാണ്, അതായത് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു പെൺകുട്ടി, അതായത് തിരുവനന്തപുരം ബൈപ്പാസിൽ ആക്കുളം പാലം, ലുലു മാളിന് സമീപത്തുള്ള പാലമാണ്. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് 10 മണിയോടുകൂടിയാണ് 15 വയസ്സുള്ള കഴക്കൂട്ടം സ്വദേശിനിയായ പെൺകുട്ടി പാലത്തിൽ നിന്ന് ആറ്റിലേക്കും ചാടിയത്. ഇത് കണ്ട ഓട്ടോ ഡ്രൈവറായിട്ടുള്ള വിനോദ് വേളി സ്വദേശിയാണ്. വിനോദ് ഇത് കണ്ട ഉടൻ തന്നെ മറ്റുള്ള ആളുകളെ വിവരം അറിയിച്ചു. അതായത് ഫയർഫോഴ്സിനെ ഉടൻ വിവരം അറിയിക്കുക എന്ന് മറ്റുള്ള യാത്രക്കാരോട്, അവിടെ വാഹനം നിർത്തിയവരോട് പറഞ്ഞ ശേഷം കായലിലേക്ക് ചാടുകയായിരുന്നു. ശേഷം കായലിൽ ചാടിയ ശേഷം ഈ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി, മുടിയിൽ പിടിച്ച് മുങ്ങിപ്പോകാതെ രക്ഷപ്പെടുത്തിയ നിലയിൽ നിർത്തി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും ഒപ്പം തന്നെ തുമ്പ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അവിടെ വള്ളത്തിലാണ്, അതായത് തുമ്പ പോലീസും ഫയർഫോഴ്സും അവിടെ ഈ പാലത്തിന് താഴെ വള്ളവുമായി എത്തി. അവിടെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വള്ളവുമായി അവിടെ അടുത്തെത്തിയ ശേഷം ഇവരെ 2 പേരെയും രക്ഷിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ട് വരികയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ പെൺകുട്ടി കഴക്കൂട്ട സ്വദേശിനിയാണ്. ചില വീടുമായി ഉണ്ടായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പിണങ്ങി ഇറങ്ങി രാത്രി ഈ പാലത്തിൽ നിന്ന് ചാടുകയായിരുന്നു. ഇത് കണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഡ്രൈവർ വിനോദ് ചാടിയത്. എന്നാൽ വിനോദ് നടത്തിയത് വളരെ സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. അത് സധൈര്യം ആ രീതിയിൽ ചാടിയത് കൊണ്ട് മാത്രമാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. പെൺകുട്ടി ജീവനൊടുക്കാം, ആത്മഹത്യ ചെയ്യാവുന്ന രീതിയിലാണ് പാലത്തിൽ നിന്ന് ചാടിയത്. എന്താണെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ പെൺകുട്ടിയെ മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അപകട നില തരണം ചെയ്തു എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് തുമ്പ പോലീസ് മറ്റ് നടപടികൾ കൂടി സ്വീകരിച്ചു വരുന്നത് സംബന്ധിച്ചുള്ള പൂർണ്ണമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തുമ്പ പോലീസ് കടന്നിട്ടുണ്ട്. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.
ഗസ സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു. റാഫ അതിർത്തി തുറക്കില്ലെന്നും സഹായം നിർത്തിവെക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗസയിൽ സമാധാനം പുലർന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ആവേശത്തോടെ കേട്ടതാണ്, വലിയ സന്തോഷത്തോടെ കേട്ടതാണ്. ലോകമെമ്പുള്ള ആൾക്കാർ ഒക്കെ തന്നെ ആ രീതിയിൽ തന്നെ അതിനെ സമീപിച്ചതുമാണ്. പക്ഷേ ഇതിപ്പോൾ ആ സമാധാന കരാർ ഒപ്പുവെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് നിലവിൽ ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്? ഈ റഫ അതിർത്തി അടയ്ക്കും എന്നൊക്കെ പറയുന്ന കടും തീരുമാനത്തിലേക്ക് ഇസ്രായേൽ കടന്നു എന്ന് പറയുമ്പോൾ സ്ഥിതി വീണ്ടും ഗുരുതരമാകുന്നു എന്ന് കരുതണോ? തീർച്ചയായും പ്രതിൻ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്നലെയായിരുന്നു സമാധാന കരാർ ഒപ്പിടുകയും വലിയ രൂപത്തിൽ ലോകം അതിനെ പ്രതീക്ഷയോടെ ഏറ്റുവാങ്ങുകയും ചെയ്തൊരു ദിവസമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ദിമോചനം സാധ്യമാകുന്നു എന്ന് ലോകം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലും ഹമാസും അതിനെ അംഗീകരിക്കുകയും രണ്ടുപേരും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു നിലപാട് വരുന്നത്. ഞങ്ങളുടെ 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ആ മൃതദേഹങ്ങൾ ഹമാസ് ഇതുവരെയും വിട്ടു നൽകിയിട്ടില്ല. അങ്ങനെ വിട്ടു നൽകാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ റഫ അതിർത്തി അടയ്ക്കാൻ പോവുകയാണ്. റഫ അതിർത്തി അടച്ചാൽ സ്വാഭാവികമായും ഗസയിലേക്കുള്ള എല്ലാവിധ മാനുഷിക സഹായങ്ങളും ഇല്ലാതാകും, അല്ലെങ്കിൽ നിർത്തലാക്കപ്പെടുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന അല്ലെങ്കിൽ കേഴുന്ന ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഗസയിൽ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന മെഡിക്കൽ സഹായവും ഭക്ഷണമടക്കമുള്ള എല്ലാ സഹായവും എത്തിക്കൊണ്ടിരിക്കുന്നത് റഫ അതിർത്തി വഴിയാണ്. അത് മാത്രമല്ല, പലായനം ചെയ്തു പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരുന്നതും ആ വഴി തന്നെയാണ്. അങ്ങനെ ആ അതിർത്തി ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. അതിനൊറ്റ കാരണമായി പറയുന്നത് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 4 മൃതദേഹങ്ങൾ ഇനിയും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാനുണ്ട് എന്നാണ്. പക്ഷേ ഹമാസ് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് കഴിഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ മൃതദേഹങ്ങളും കൈമാറി കഴിഞ്ഞു, ഇനി ഒന്നും കൈമാറാനില്ല എന്നാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. പക്ഷേ ഈ രണ്ട് പക്ഷവും ഇങ്ങനെ നിൽക്കുമ്പോൾ ഗസയുടെ അന്തരീക്ഷം സമാധാനം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ യുദ്ധം അവസാനിച്ചു, ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപനം വന്നെങ്കിൽ പോലും 9 പലസ്തീനുകൾ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് ഇസ്രായേൽ പറയുന്ന ന്യായം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ കൊലപ്പെടുത്തിയെന്നാണ്. അങ്ങനെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഗസയുടെ സമാധാനം നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. റഫ അതിർത്തി അടയ്ക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രജിൻ, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ്സുകളിലെ നിയമവിരുദ്ധ എയർ ഹോണുകൾ പിടിച്ചെടുത്തു തുടങ്ങി. 2 ദിവസത്തെ പരിശോധനയിൽ 390 ബസ്സുകളിലാണ് എയർ ഹോൺ കണ്ടെത്തിയത്. 5 ലക്ഷം രൂപയിലധികം പിഴ ചുമത്തി. പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് റോഡ് റോളർ കയറ്റി നശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി തുടരുന്ന എയർ ഹോൺ പരിശോധനയിൽ 390 ബസ്സുകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. എറണാകുളം മേഖലയിലാണ് കൂടുതൽ ബസ്സുകൾ പിടിയിലായത്. 122 ബസ്സുകൾ. തിരുവനന്തപുരം മേഖലയിൽ 77ഉം തൃശൂർ മേഖലയിൽ 113ഉം കോഴിക്കോട് മേഖലയിൽ 78 ബസ്സുകൾക്കും പിഴ ചുമത്തി. ആകെ 5,18,000 രൂപയാണ് പിഴയായി ചുമത്തിയത്. ഈ മാസം 19-ാം തീയതി വരെയാണ് പ്രത്യേക പരിശോധന. പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ നശിപ്പിക്കും. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നിരത്തിലിട്ട് റോഡ് റോളർ കയറ്റി തകർക്കണമെന്നാണ് നിർദ്ദേശം. കോതമംഗലത്ത് ഗതാഗത മന്ത്രിക്ക് മുന്നിൽ സ്വകാര്യ ബസ് എയർ ഹോൺ നിരന്തരമായി അടിച്ചതോടെയാണ് നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കോതമംഗലത്ത് ഉച്ചത്തിൽ ഹോൺ അടിച്ച ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും അതൃപ്തി പരസ്യമാക്കി. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അബിൻ വർക്കിക്ക് മറുപടിയുമായെത്തി. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയാം. തൽക്കാലം പുറത്ത് പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയാം. കടുപ്പമേറിയ വാക്കുകളില്ലെങ്കിലും അബിൻ വർക്കിയുടെയും KM അഭിജിത്തിന്റെയും വാക്കുകളിൽ അതൃപ്തി പ്രകടം. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് അബിന്റേത്. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന കേസുകളും ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രതികരണം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമായിരുന്നു KM അഭിജിത്തിന്റെ പ്രതികരണം. അബിൻ വർക്കിക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ,
അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുഗോപാൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ. 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും അബിന്റെ പരാതി ലഭിച്ചില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. കേരളത്തിലെ മികച്ച വ്യവസായ സംരംഭകർക്ക് ചങ്ങനാശ്ശേരി SB കോളേജ് നൽകുന്ന ബർക്ക്മാൻസ് സംരംഭക പുരസ്കാരം ഏറ്റുവാങ്ങി ഓക്സിജൻ CEO ഷിജോ കെ തോമസ്. MSME ജോയിന്റ് ഡയറക്ടറും ഓഫീസ് മേധാവിയുമായ പ്രകാശ് GS ആണ് പുരസ്കാരം നൽകിയത്. കോളേജ് മാനേജർ ഫാദർ ആന്റണി ഏത്തക്കാട്, പ്രിൻസിപ്പൽ ഫാദർ ടെഡി C കാഞ്ഞൂപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. എല്ലാ വർഷവും നൽകിവരുന്ന ഈ പുരസ്കാരത്തിന്റെ 30ാം എഡിഷനാണ് ഇത്തവണ നടന്നത്. മതത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആഹ്വാനമുയർത്തി ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ മതമൈത്രി സമ്മേളനം വിക്ടോറിയൻ പ്രീമിയർ ജസീന്ത അലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്നും സൗഹൃദത്തിന്റെ രാജ്യമെന്ന് പ്രീമിയർ ജസീന്ത അലൻ പറഞ്ഞു. വിവിധ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ പ്രമുഖരും സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകത്ത് മതവർഗീയതയും സംഘർഷങ്ങളും രൂക്ഷമായ സാഹചര്യത്തിലാണ് വിക്ടോറിയൻ പാർലമെന്റ് മതമൈത്രി സമ്മേളനം നടത്തിയത്. കേരളത്തിലെ ശിവഗിരി മഠത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. ഇന്ത്യ സൗഹാർദ്ദത്തിന്റെ നല്ല മാതൃകയാണെന്നും മതത്തിന്റെ പേരിലുള്ള വിദ്വേഷവും സംഘർഷവും അവസാനിപ്പിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി It wasn't my first time visiting India, but it was my first official visit as Premier of Victoria overseas. And during my time there, I met many business leaders who were determined to work with us to forge new partnerships here in Victoria. ശശി തരൂർ MP ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ലോകത്താകെ പ്രചരിപ്പിക്കേണ്ട സമയമാണിതെന്നും മതവർഗീയത അവസാനിപ്പിക്കാൻ എല്ലാവരും ഒന്നായി നിൽക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ സന്യാസി സംഘം മതമൈത്രി സമ്മേളനത്തിനായി നേരത്തെ തന്നെ ഓസ്ട്രേലിയയിലെത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ ഹിന്ദു, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ മതമേലധ്യക്ഷന്മാരും വിവിധ ക്രൈസ്തവ സഭാ തലവന്മാരും സമ്മേളനത്തിൽ സംസാരിച്ചു. ഇന്ത്യയിൽ നിന്നും വിവിധ മേഖലയിലെ പ്രമുഖരായ ചാണ്ടി ഉമ്മൻ MLA, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KR മനോജ്, AV അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ വിവിധ മതസൗഹാർദ്ദ പുസ്തക പ്രകാശനങ്ങളും നടന്നു. ആലുവയിൽ 1 നൂറ്റാണ്ട് മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായി വിക്ടോറിയൻ പാർലമെന്റിലെ മതമൈത്രി സമ്മേളനം. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ നിന്നും ദീപക് തർമടം, 24. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കല്യാണ ഉത്സവത്തിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കല്യാണങ്ങൾ അവതരിപ്പിച്ചുള്ള ഫ്യൂഷൻ വെഡ്ഡിംഗ് ഷോ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം. ഫാമിലിയിൽ കല്യാണമായി എന്ന ഫെസ്റ്റിവൽ ക്യാമ്പയിന്റെ വെർച്വൽ ഉദ്ഘാടനം V-Star ക്രിയേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചൌസേഫ് ചിറ്റിൽപ്പിള്ളി നിർവഹിച്ചു. ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടേഴ്സായ അബ്ദുൽ സലാം, അബ്ദുൽ ബാരി, മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. പാർസി ലെഹങ്ക, കാഞ്ചീപുരം ബ്രൈഡൽ സാരി, റോയൽ ഷെർവാണി, ഗൗൺസ് തുടങ്ങിയവയുടെ അതിവിപുലമായ കളക്ഷനാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ കുന്നമംഗലം, വടകര, മഞ്ചേരി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത്. 6 മാസത്തോളം നീണ്ടുനിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.